ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും വിവാഹം അതൊരു കോൺട്രാക്ട് മാരേജ് ആയിരുന്നു എന്ന് കിഷോറിൻ്റെ നാവിൽ നിന്നും തിരിച്ചറിഞ്ഞ് ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും മുന്നിൽ വന്ന് വലിയ ഇതായിട്ട് സംസാരിക്കുകയാണ് രഞ്ജു. അപ്പോൾ ഗീതു ആണെന്നുണ്ടെങ്കിൽ ഗോവിന്ദനുമായിട്ട് ഉടക്കി പിരിയുകയാണെങ്കിൽ അത് പിരിഞ്ഞോട്ടെ എന്നാണ് പുള്ളിക്കാരി അങ്ങ് വിചാരിച്ചത്. അതുപോലെ തന്നെ ഗോവിന്ദൻ ചെന്ന് ചോദിച്ചപ്പോഴും അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞതായിട്ട് പറഞ്ഞു. അപ്പം നിൻ്റെ അമ്മയാണോ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം അത് ആരെങ്കിലും ആയിക്കോട്ടെ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു. നീ ഇങ്ങനെയൊന്നും ഗീതുവിനോട് പെരുമാറരുതെന്നും, കാരണം നിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ഗീതു എൻ്റെ ഭാര്യയാണ് തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഗോവിന്ദൻ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം അതെ, ഗീതുവിനെ ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്. ഞാൻ എൻ്റെ അമ്മയെ എങ്ങനെ വെറുക്കുന്നോ അതുപോലെ തന്നെ അങ്ങേയറ്റം ഞാൻ ഗീതുവിനെയും വെറുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഗോവിന്ദനോട് രഞ്ജു മുഖത്ത് നോക്കി പറയുക. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഗീതുവിനെ അംഗീകരിക്കില്ല, ഗീതുവിനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ തറപ്പിച്ചു പറയുന്നു. അതൊക്കെ കേട്ട് ഗോവിന്ദൻ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുവാണ്. നമ്മുടെ അമ്മയ്ക്കൊപ്പം കൂട്ടുകൂടി ഈ കുടുംബത്തിന് വേണ്ടിയും ഗോവിന്ദേട്ടന് വേണ്ടിയും ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്ന ഗീതുവിനെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല, എനിക്ക് എന്നും അവളോട് വെറുപ്പാണ് എന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ആണയിട്ട് പറയുന്നുണ്ട്, ഗീതു ഒരിക്കലും ഈ കുടുംബത്തിൻ്റെയോ എൻ്റെയോ നാശത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല, അതൊക്കെ നിൻ്റെ വെറും തോന്നലാണെന്നൊക്കെ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഗോവിന്ദേട്ടനെ അങ്ങ് വിശ്വസിച്ചാൽ മതി, എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ഇങ്ങനെ പറയുന്നു. ഗീതു എന്തായാലും ഗോവിന്ദേട്ടനൊരു ദോഷം തന്നെയായിരിക്കും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് ഗോവിന്ദൻ ഇങ്ങനെ ആകെ ദേഷ്യം പിടിച്ചിരിക്കുക. ഗീതുവിനെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഗീതു തന്നെ ചതിക്കുമെന്നുള്ളത് ഗോവിന്ദൻ ഒരിക്കലും വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഗോവിന്ദനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരാണ് നിന്നോടിത് പറഞ്ഞത് എന്ന് പറയാൻ ഇങ്ങനെ ആണയിട്ട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അന്നേരം ഒന്നും പുള്ളിക്കാരി പറയുന്നില്ല. പക്ഷെ ഗോവിന്ദൻ ഇനിയും നിൻ്റെ ഭാഗത്ത് നിന്ന് ഗീതുവിനോട് ഇങ്ങനെ മോശമായൊരു പെരുമാറ്റം ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. അത് പറഞ്ഞ് ഗോവിന്ദൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ആശാത്തി അവിടെ നിന്ന് പറഞ്ഞ ആളിനെക്കുറിച്ച് ഇങ്ങനെ നിന്ന് ആലോചിക്കുക. അത് വേറെ ആരുമല്ല പറഞ്ഞത്, കിഷോറാണ് പറഞ്ഞത്. കിഷോറാണെങ്കിൽ അതൊക്കെ പറഞ്ഞ് ഗീതുവിനെയും ഗോവിന്ദനെയും കൂടെ തമ്മിൽ തല്ലിക്കാം എന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ ഈ ഗോവിന്ദൻ്റെ ഒരു അടക ഭാര്യ മാത്രമാണ് ഗീതു എന്ന് തിരിച്ചറിയുമ്പോൾ അതിനനുസരിച്ചുള്ള അടുപ്പം ഗോവിന്ദനുമായിട്ട് രഞ്ജുവിനുണ്ടാകും എന്നുള്ളൊരു ധാരണയാണ് കിഷോറിന് പോയത്. അതിനുവേണ്ടിയാണ് കിഷോർ ഇതെല്ലാം രഞ്ജുവിനോട് പറഞ്ഞത്. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് മാരേജ് ആയിരുന്നു ഇതെന്നും, പിന്നെ അവർ ഇന്ന് വരെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല, പിന്നെ ഗോവിന്ദ് സാറിനെ ഒരിക്കലും ഗീതുവിനെ ഭാര്യയായി കാണാനോ ഗീതുവിനെ ഗോവിന്ദ് സാറിനെ ഒരിക്കലും ഭർത്താവായി കാണാനോ ഒന്നും സാധിക്കില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഭാര്യാഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുന്നത്, അതിലാണ് അവരിങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജു ഇങ്ങനെ ആകെ ഒന്ന് ഞെട്ടിയെന്നുള്ളത് സത്യം തന്നെയാണ്. രഞ്ജു ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ ഞാനാണിത് മേഡത്തിന് പറഞ്ഞു തന്നതെന്ന് ഉള്ള കാര്യം ആരും ഒരിക്കലും അറിയാൻ പാടില്ല എന്നുള്ള ഒരു കാര്യവും കൂടി ഈ കിഷോർ നമ്മുടെ രഞ്ജുവിനോട് പറഞ്ഞ് ഉറപ്പ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അത് ഉറപ്പ് കൊടുത്തത് കൊണ്ട് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് പുള്ളിക്കാരി കടന്നു പോകുന്നത്. എന്തായാലും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അവിടെ അങ്ങനെ പക്കായായിട്ട് നടത്തി ഈ കിഷോർ. അപ്പം പകുതി വിജയിച്ച് നിൽക്കുകയാണ് എന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോൾ കിഷോർ മുന്നോട്ട് ജീവിക്കുന്നത് തന്നെ. അപ്പോൾ ആ ഒരു സംഭവങ്ങളും സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു. ഇതേ സമയം പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗീതു ഇങ്ങനെ വീട്ടിലിരുന്ന് ആലോചനയും കാര്യങ്ങളുമായിട്ട് ഇരിക്കുക. ഗീതുവിനാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു സമാധാനക്കേടാട്ടോ. കാരണം എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഗോവിന്ദനേക്കാളും പ്രശ്നമായിട്ട് നിൽക്കുന്നത് രഞ്ജുവാണ്. ആ രഞ്ജുവിനെ എങ്ങനെയൊന്ന് തറ പറ്റിക്കും, രഞ്ജുവിൻ്റെ കള്ളത്തരം എങ്ങനെയൊന്ന് ഗോവിന്ദേട്ടൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കും എന്നൊക്കെയുള്ള ഒരു ചിന്തയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ മനസ്സമാധാനം നഷ്ടപ്പെട്ട് നടക്കുക. ആ മനസ്സമാധാനക്കേടിലൂടെ ഗീതു ഇങ്ങനെ പോകുന്ന സമയത്ത് അമ്മയും മകനും കൂടി വീട്ടിൽ കയറാൻ പറ്റാത്ത മകന് വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ 24 മണിക്കൂറും ഇപ്പം ശരിക്കും പറഞ്ഞാൽ വരുണിൻ്റെ കൂടെയാണ്. അപ്പോൾ വരുണിനെ ചതിച്ചത് കിഷോറാണെന്നുള്ള കാര്യം വരുണിനും രാധികയ്ക്കും ഒക്കെ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കിഷോറിനോട് അതിനുള്ള പകരം വീട്ടണം. അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇത്രയും വലിയ ചതി ചെയ്തിട്ട് അവനെ എങ്ങനെ വെറുതെ വിടും? അവനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് അമ്മയും മകനും കൂടെ സംസാരിക്കുന്നു. എന്നിട്ട് കിഷോറിനെ കാണാനായിട്ട് വിളിച്ചു വരുത്തുന്നു. അപ്പോൾ കിഷോറിനെ കാണാൻ വിളിച്ചു വരുത്തുന്ന സമയത്ത് അമ്മ മകനോട് പറയുന്നുണ്ട്, നീ അവനെ കാണുമ്പോൾ വയലൻ്റ് ആകരുത്, അവനോട് വളരെ മാന്യമായി തന്നെ സംസാരിക്കണം, അവനുമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന്. അതൊക്കെ എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും ആശാൻ അമ്മയോട് ഇങ്ങനെ പറയുന്നു. അതൊക്കെ കേട്ട് രാധികയ്ക്കാണെങ്കിലും ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. കാരണം പ്രശ്നമാവും എന്നുള്ളത് രാധികയ്ക്ക് അറിയാം.
അത് കഴിഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുന്നു. ദേ കിഷോർ അങ്ങോട്ടേക്ക് വന്നു. കിഷോറിനെ കണ്ടപ്പോഴേക്കും വരുണിൻ്റെ രക്തം അങ്ങ് തിളച്ചില്ലേ. വരുൺ എന്നാ ചെയ്തു? വരുൺ നേരെ കിഷോറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, രാധിക മാം എന്തിനാ വിളിപ്പിച്ചതെന്ന് ചോദിച്ച് തീർന്നില്ല, നീ കൂടെ നിന്ന് ചതിക്കുന്നോടാന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഒറ്റ ചവിട്ടായിരുന്നു കിഷോറിൻ്റെ നെഞ്ചത്തേക്ക്. കിഷോർ ദേ കിടക്കുന്നു മലന്നടിച്ച് നിലത്ത്. അത് കഴിഞ്ഞപ്പോഴേക്കും ചെന്ന് ഇടിക്കാനും ചവിട്ടാനൊക്കെ തുടങ്ങി ഈ വരുൺ കിഷോറിനെ. അപ്പോഴേക്കും രാധിക പിടിച്ച് വലിച്ചു മാറ്റുവാണ്. എടാ നീ എന്ത് ചെയ്യുന്നത്? വരുൺ വരുൺ മാറും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിടിച്ചു വലിച്ച് അമ്മ മാറ്റി നിർത്തുന്നു. അപ്പോഴേക്കും പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് കിഷോർ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക. കിഷോർ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പുച്ഛിച്ച ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് കാണുമ്പോൾ വരുണിനും ഭയങ്കര ദേഷ്യം. വരുണ നേരത്തേക്കും ചെന്നിട്ട് പിന്നെ അടിക്കാനായിട്ട് കൈ ഓങ്ങിയ സമയത്ത് ഈ കിഷോർ കയറി വരുണിൻ്റെ കൈക്ക് വട്ടം പിടിച്ചു. എൻ്റെ ദേഹത്ത് തൊട്ടു പോകരുത് എന്ന് കിഷോർ വരുണിനോട് പറഞ്ഞു. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ കിടന്ന് ഈ ഷോ കാണിക്കുന്നതെന്ന് ചോദിച്ചു. നമ്മുടെ പ്ലാനിങ്ങിൽ പല കാര്യങ്ങളും ഉണ്ടെന്ന് ഇതിന് മുൻപേ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഗോവിന്ദ് സാറിൻ്റെ ജീവിതത്തിൽ നിന്നും ഗീതാഞ്ജലിയെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിന് അതുപോലെ പണിയെടുക്കേണ്ടി വരും. അതിന് പല മാർഗങ്ങളും സ്വീകരിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള പല മാർഗങ്ങളും സ്വീകരിച്ചാൽ ഗീതു ഗോവിന്ദിൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുമെന്ന് നിനക്ക് ഉറപ്പാണോ എന്ന് രാധിക ചോദിച്ചപ്പം എന്തുകൊണ്ട് ഉറപ്പാകില്ല? ഉറപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് എന്നെയും ഗീതുവിനെയും ചേർത്ത് മേഡം സാറിനോട് പറയുകയും കൂടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അങ്ങനെ എല്ലാം കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ സഹിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് ഏത് മാർഗത്തിലൂടെ സഞ്ചരിച്ചാലും അതിനൊപ്പം നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കുമെന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാറ്റം തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് വരുണിനോടും രാധികയോടും കിഷോർ. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചു. പക്ഷെ നീ ഈ ചെയ്തത് കുറച്ച് കടന്ന കൈയായി പോയി എന്നുള്ള കാര്യം നേരത്തേക്കും രാധിക പറഞ്ഞു കിഷോറിനോട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ അവരുടെ ആ ഒരു വിശ്വാസം നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നും അതുകൊണ്ടാണ് താൻ അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങളും പറഞ്ഞ് തടി തപ്പി നിൽക്കുവാണ് കിഷോർ. ഇവർ തമ്മിലുള്ള സംസാരത്തിനൊടുവിൽ നിൻ്റെ ഈ പ്രവർത്തികൾക്ക് കൊണ്ട് ലാസ്റ്റ് ഫലം കിട്ടിയില്ലെങ്കിൽ നീ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇവർ അവിടെ നിന്ന് സംസാരിച്ച് പിരിയുന്നു. എന്തായാലും കിഷോർ ഇത് കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ നിൽക്കുക. അപ്പോൾ ഇനിയിപ്പോൾ വരുണിൻ്റെയും അല്ലെങ്കിൽ രാധികയുടെയും ഭാഗത്തു നിന്ന് ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം വേറൊന്നുമല്ല, ഗീതുവിനെ ഗോവിന്ദനിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് താൻ കളിക്കുന്ന പരിശ്രമങ്ങളാണിത് എന്ന് തിരിച്ചറിയുമ്പോൾ അവർ പിന്നെ ഒന്നും പറയത്തില്ലെന്നാണ് കിഷോർ ധരിച്ചു വെച്ചിരിക്കുന്നത്. കിഷോറിൻ്റെ ധൈര്യം. അങ്ങനെ ആ ഒരു ധൈര്യവും കാര്യങ്ങളുമായിട്ട് കിഷോർ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭദ്രൻ്റെ അടുത്തേക്കാണ് കിഷോർ പോയത്. അവിടെ ചെന്ന് ഭദ്രന് വയറ് നിറയെ കുടിക്കാനൊക്കെ കൊടുത്ത് ഭയങ്കര ഇത്. അപ്പോഴേക്കും കിഷോറിൻ്റെ ഫോണിലേക്ക് രാത്രി ഒത്തിരിയായി കിഷോറിൻ്റെ ഫോണിലേക്ക് തരുതരാന്ന് വിളിച്ചുകൊണ്ടിരിക്കുക അപർണിക. ഇവനാണെങ്കിൽ ഫോൺ എടുക്കണില്ല, കട്ട് ചെയ്ത് വിടുന്നു, അങ്ങനെയൊക്കെ ഓരോന്ന്. അപ്പോൾ ഈ ഭദ്രനും അതുപോലെ തന്നെ കിഷോറും കൂടി വെള്ളം അടിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപർണികയുടെ കോള് വരുന്നതും ഇവൻ കട്ട് ചെയ്ത് വിടുന്നതൊക്കെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭദ്രൻ ചോദിച്ചു, ആരായി കിടന്ന് വിളിക്കുന്നതെന്ന്. അത് അപർണികയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിനക്ക് ഫോൺ എടുത്താൽ എന്താ, നിൻ്റെ ഭാര്യയല്ലേ വിളിക്കുന്നത്, നിനക്ക് വിളിച്ച് നീ ഇവിടെയാണ് വരില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പം അവൾ ഫോൺ വിളിക്കുമ്പോൾ അങ്ങനെ ഫോൺ എടുക്കാൻ പാടില്ല എന്ന് പറയാം. അതെന്താ, ഫോൺ എടുത്താൽ എന്താ കുഴപ്പം? അങ്ങനെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അവൾക്ക് തോന്നണം, അവളുടെ മനസ്സിൽ അവൾക്ക് തോന്നണം ഞാൻ ഏതോ ഒരു പെണ്ണുമായിട്ട് അടുപ്പത്തിലാണ്, ഈ രാത്രി ഈ നേരം വരെ ഞാൻ ആ പെണ്ണിൻ്റെ കൂടെ ആയിരുന്നു, അവളോടൊപ്പമാണ് ഞാൻ സമയം ചെലവഴിച്ചത് എന്നൊക്കെ അറിയണം എന്നൊക്കെയുള്ള കാര്യത്തിൽ നമ്മുടെ കിഷോർ അങ്ങനെ അപർണിക ധരിക്കണം എന്നുള്ള രീതിയിൽ കാട്ടിക്കൂട്ടുന്നതായിട്ട് ഭദ്രനോട് പറയുക. അങ്ങനെ അപർണികയ്ക്ക് എന്നിൽ വെറുപ്പുണ്ടായാൽ മാത്രമേ അപർണിക എൻ്റെ ജീവിതത്തിൽ നിന്നും പോവുകയുള്ളൂ എന്നും അപർണിക എൻ്റെ ജീവിതത്തിൽ നിന്നും പോയാൽ മാത്രമാണ് ഗീതുവുമായിട്ടുള്ള എൻ്റെ ആ ഒരു ഒന്നിക്കൽ നടക്കുകയുള്ളൂ എന്നും അതിനുശേഷം അപർണിക പോയതിന് ശേഷം ഗോവിന്ദ് സാറിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണമെന്നും അങ്ങനെ ഇവർ തമ്മിലുള്ള പ്ലാനിങ്ങും പദ്ധതികളും ഒക്കെ ഇവർ തമ്മിൽ ചർച്ച ചെയ്യുന്നു. പാവ അപർണികയാണെങ്കിൽ ഇവൻ ഫോൺ എടുക്കാതെ വന്നു, കട്ട് ചെയ്തു വിട്ടു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആകെ വിഷമിച്ച് ആകെ തകർന്നിരിക്കുക. കാരണം ഇവൻ ഏതു നേരവും കൂടെ വേണ്ട ഒരു സമയമാണത്. ആ സമയത്ത് ഇവൻ്റെ സ്വഭാവം ഒരുപാട് മാറിപ്പോയതിൽ അപർണികയും പല രീതിയിലും അന്നേരം അതിനെ ചിന്തിക്കുന്നു. കാരണം വേറൊന്നുമല്ല,
കിഷോർ ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ കിഷോറിന് സ്വന്തം ഇഷ്ടങ്ങളുണ്ടെന്നൊക്കെ കഴിഞ്ഞ ദിവസമാണ് അപർണികയോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഇഷ്ടം തേടി ഇവൻ പോയോ എന്നുള്ളൊരു പേടി പെട്ടെന്ന് തന്നെ അപർണികയ്ക്ക് വന്നു. അങ്ങനെ അപർണികയും ഇതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ചും വെറുക്കെയൊക്കെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് അടിപൊളി സൂപ്പർ ഹിറ്റ് കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്